ഡോക്ടർ ബി ജയരാജ്, അങ്ങ് ഉയർത്തിയ ഈ ഒരു വിവാദങ്ങൾ, അതിനുള്ള വളരെ കൃത്യമായ മറുപടി ആരിഫ് ഹുസൈൻ്റെ ഭാഗത്തു നിന്നും കെവിൻ പീറ്ററിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതായത് ക്രൈസ്തവ വിഭാഗം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഇടത് വലത് മുന്നണികളുടെ അജണ്ട എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഈ ഹിന്ദുക്കളെയൊക്കെ കൂട്ടക്കൊല നടത്തിയ വാരിയംകുന്നനൊക്കെ നിങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകളിൽ എങ്ങനെയാണ് ഇടം പിടിക്കുന്നത്? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റം എന്ന് അപ്പുറത്ത് വിമർശനം ഉയരുമ്പോൾ അത് അതേപടി ശരിയാണ് എന്ന് സ്ഥാപിക്കുകയാണ് നിങ്ങൾ ഓരോ ഘട്ടത്തിലും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷ മുന്നണി പറഞ്ഞിരുന്നു, SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും PFIയുടെയും മറ്റ് ഭീകര സംഘടനകളുടെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഏക മുന്നണി, കേരളത്തിലെ ഏക മുന്നണി തുറന്ന് പറഞ്ഞത് ഇടതുപക്ഷം മാത്രമായിരുന്നു എന്നുള്ള കാര്യം കാണാതെയാണ് മറ്റുള്ളവർ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്. അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ഇടതുപക്ഷത്തിന് ഒരേ സമീപനം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗണപതി മിത്താണെന്ന് പറയുന്ന അതേ ഇതുകൊണ്ട് അതുപോലെ തന്നെയാണ് അള്ളാഹു മിത്താണ്, ജീസസ് ക്രൈസ്റ്റ് മിത്താണെന്ന്. അല്ലാതെ അള്ളാഹുവിനെ പറയാൻ സെപ്പറേറ്റഡ് ആയിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. കാര്യം നമ്മളൊരു കൾച്ചറൽ ഫാബ്രിക്കിലാണ് ജീവിക്കുന്നത്. ആ ഫാബ്രിക്കിനകത്ത് യാതൊരു കോട്ടവും തട്ടാൻ പാടില്ല. അത് നായാടി മുതൽ നസ്രാണി വരെ ഉള്ള ഐക്യം മാത്രം പോരാ, അതിനകത്ത് ഇസ്ലാമിനെയും കൂടെ ഉൾപ്പെടുത്തി ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ കാലത്തും സമാധാനം ഉണ്ടാകത്തുള്ളൂ, സംസ്ഥാനത്തിന് പുരോഗതി ഉണ്ടാകത്തുള്ളൂ എന്നുള്ള വിശാലമായ അർത്ഥത്തിലുള്ള കാഴ്ചപ്പാടാണ് വരേണ്ടുന്നത്. അല്ലാതെ മറ്റു മതക്കാർ ശത്രുക്കളാണെന്നും മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവർ പ്രശ്നക്കാരാണെന്നും, അതിന് എല്ലാ മതങ്ങളിലും ഉണ്ട് തീവ്രവാദികൾ. ഹിന്ദു മതത്തിൽ തീവ്രവാദികളുണ്ട്, ക്രിസ്ത്യാനികളിൽ തീവ്രവാദികളുണ്ട്, ശക്തികളെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡിലാണ് വാരിയംകുന്നന്റെ പടമൊക്കെ കണ്ടത്. നീലിമ, വാരിയംകുന്നൻ എങ്ങനെയാണ് സ്വീകര്യരാവുന്നതെന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായി പഠനം നടത്തി PhD സമ്പാദിച്ച ഒരാൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. മറ്റേ ഡോക്ടർ ജലീലിന്റെ ഇതെന്ന് എടുത്തു തീസിസ് PhD വിവക്ഷിക്കുന്നു നേരത്തെ. അല്ല, ജലീലിന്റെ തീസിസ് അംഗീകരിച്ചുകൊണ്ടാണോ നിങ്ങൾ അത് ചെയ്തത്? പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ അടുത്തുള്ളൊരു ഉദാഹരണം പി പരമേശ്വരനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജലീൽ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ വാരിയംകുന്നനെ മറ്റൊരു രീതിയിൽ വായിച്ചെടുക്കാൻ മനസ്സിലായിട്ട് കാണാനായിട്ട് പറ്റും. പല രീതിയിൽ ഇപ്പൊ നമ്മള് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. തീവ്രവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് സിപ്പായി മ്യൂട്ടിനി എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് സിപ്പായി മ്യൂട്ടിനി എന്നാണ് വിളിച്ചത്. നമ്മൾ അങ്ങനെയാണോ കാണുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്, സിപ്പായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചത്. അത് പല ആളുകളും പല രീതിയിലാണ് കാര്യത്തിന് നോക്കിക്കാണുന്നത്. വാരിയംകുന്നനെ കുറിച്ച് മോശമായിട്ടൊന്നും EMS പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല.